വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ നിങ്ങളെ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും. എന്തൊക്കെയാ? സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും. ഇംഗ്ലീഷ് എന്താ? സ്ക്വയർ. സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയർ, മട്ടത്രികോണം എന്ന് വെച്ചാൽ റൈറ്റ് ട്രയാങ്കിൾ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാം. നോക്കണേ, അതുകൊണ്ട് ആദ്യമേ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? സമചതുരം. ഇതാണ് സമചതുരം. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 4 വശവും ഒരേ അളവായതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കണേ. 3, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും. അങ്ങനെ 4 സൈഡും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? നമ്മുടെ ടെസ്റ്റിൽ അതിനെക്കുറിച്ച് കണ്ടോ? ടെസ്റ്റ് മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റാണ്. ഏത് മീഡിയം ആണെങ്കിലും ഞാൻ 2 രീതിയിലും പറയുന്നുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. നോക്കിക്കേ, സമചതുര പരപ്പ് നോക്കണേ. വശങ്ങളുടെ എല്ലാം നീളം 3 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഇത് കേട്ടാൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? വശം എന്ന് വെച്ചാൽ സൈഡ് അല്ലേ, നീളം എന്ന് വെച്ചാൽ ലെങ്ത് അല്ലേ. വശങ്ങളുടെ നീളം 3 മീറ്ററായ സമചതുരത്തിൻ്റെ എന്ന് വെച്ചാൽ സ്ക്വയറിൻ്റെ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ഏരിയ. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരെ അറിഞ്ഞണേ നിങ്ങളെ? പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ? ഏരിയ എന്നാണ്. എന്താ അത് തിരിച്ചു അറിയണം. ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം രണ്ടുപേരും എൻ്റെ ഈ പരപ്പളവ് എന്താണെന്ന് അറിയണം. ഏരിയയ്ക്ക് പറയുന്ന മലയാളം വാക്കാണ് പരപ്പളവ് കേട്ടോ. ഇനി എന്താവും നിങ്ങളെ? അതായത് വശങ്ങളുടെ എല്ലാം നീളം 3 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? അതുപോലെ തന്നെ ചുറ്റളവ് എത്രയാണ് എന്നും കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരെണ്ണം മാത്രമാക്കണ്ട. അപ്പം നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കണേ. അതാണ്ട് 3 സെൻറ്റിമീറ്റർ നീളമുള്ള എല്ലാം നോക്കിക്കേ, 4 സൈഡും 3 സെൻറ്റിമീറ്റർ നീളത്തിലാണ്. അങ്ങനെയുള്ള ഒരു സമചതുരത്തിൻ്റെ അല്ലെ സ്ക്വയറിൻ്റെ ആദ്യമേ നമുക്ക് പെരിമീറ്റർ അങ്ങ് പഠിക്കാം നിങ്ങൾ കേട്ടോ. അതായത് നമ്മളോട് ചോദിച്ചത് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ്. പക്ഷെ നമുക്ക് എന്താ പെരിമീറ്ററൂടെ പഠിച്ചിട്ട് പോകാം. കാരണം പിന്നീടുള്ള ക്വസ്റ്റ്യനിൽ അപ്പം നിങ്ങൾ കിടന്ന് ഒരുപാട് മനസ്സിലായില്ല എന്ന് ഉള്ള ഒരു ഇത് വേണ്ട കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആദ്യമേ എന്താ പെരിമീറ്റർ എന്നാൽ എന്താ? ചുറ്റളവ് എന്ന് വെച്ചാൽ എന്തിൻ്റെ ചുറ്റളവ് ചോദിച്ചാലും ചുറ്റുമുള്ള അളവാണ് പെരിമീറ്റർ കേട്ടോ. എന്താ നിങ്ങളെ? ചുറ്റുമുള്ള അളവ്. ഇവിടെ എത്ര സൈഡുണ്ട്? 1, 2, 3, 4 ആണല്ലോ. 4 സൈഡാണല്ലോ, സംശയമില്ലല്ലോ. 4 സൈഡും ഈക്വലുമാണ്. 4 സൈഡുണ്ട്, 4 സൈഡും ഈക്വലുമാണ്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ പറയാം? 4 ഇൻറ്റു സൈഡ് അല്ല 1 സൈഡെന്നോ പറയാം. ഇനി നിങ്ങൾ 1 സൈഡ് എന്ന് വേണമെങ്കിൽ എഴുതിക്കോ നിങ്ങളെ. 4 ഇൻറ്റു 1 സൈഡ്. ഞാൻ എഴുതിയത് സൈഡാണ്. അപ്പം നിങ്ങൾ എന്താ 1 സൈഡെന്ന് പഠിച്ചു. അപ്പം നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. 4 ഇൻറ്റു 1. 4 വന്ന് എങ്ങനെയാ? 1, 2, 3, 4. ഏത് സമചതുരം എടുത്താലും അതിൻ്റെ പെരിമീറ്റർ എന്തുവാ അല്ലെങ്കിൽ ചുറ്റളവ് എന്തുവാന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളെ? 4 ഇൻറ്റു 1 സൈഡ്. 4 ഇൻറ്റു തന്നിരിക്കുന്ന ഏതെങ്കിലും വെച്ചാൽ എല്ലാം ഒന്ന് തന്നെയാണ്. 4 ഇൻറ്റു 3. ഇവിടെ 3 തന്നത് കൊണ്ട് 3. ഇനി ഇവിടെ 4 ആണെങ്കിലോ 4 ഇൻറ്റു 4. ഇനി ഇവിടെ 5 ആണെങ്കിലോ നമുക്ക് 5 എന്നാ തന്നെങ്കിലോ 4 ഇൻറ്റു 5. 4 വന്ന് എന്താ? ഇവിടെ 4 വശങ്ങളായതുകൊണ്ടാണ് അവിടെ 4 വന്നിട്ടോ. 4 ഇൻറ്റു 1 സൈഡ്. അപ്പോൾ 4 ഇൻറ്റു 3 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ നിങ്ങളെ? ഇവിടെ സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ചേർന്നപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിനെ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാൻ നോക്കിക്കേ? സെൻറ്റിമീറ്റർ സ്ക്വയറിനെ സ്ക്വയർ സെൻറ്റിമീറ്റർ, മലയാളത്തിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ് മലയാളം മീഡിയക്കാരെ അറിയേണ്ടത്. എന്താ നിങ്ങളെ? ചതുരശ്ര. അതാണ്ട് ഇവിടെ നോക്കിക്കേ, ചതുരശ്ര സെൻറ്റിമീറ്റർ കണ്ടോ? എല്ലാവരും ഇവിടെ എല്ലാം ചതുരശ്ര സെൻറ്റിമീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നോ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നോ പറയാം. ഓരോന്ന് മനസ്സിലാക്കി പോണേ. ഞാൻ വാരി വലിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല. ഇതിനകത്തുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അത് മനസ്സിലാക്കി താപ്പോട്ട് വാങ്ങി നമുക്ക് എളുപ്പം മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഒരെണ്ണേ പഠിച്ചുള്ളൂ. ഒരു സ്ക്വയറാണ് തന്നത്. അതിൻ്റെ 3 സെൻറ്റിമീറ്റർ ആണ്. നോക്കിയേ, 4 വശവും 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാവും നിങ്ങളെ? 4 ഇൻറ്റു 1 സൈഡ്. അതായത് 4 ഇൻറ്റു 3. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കെല്ലാം ഇപ്പം ഇക്വേഷൻ അല്ലാതാണെങ്കിലും നമ്മൾ പറഞ്ഞു എന്താവും നിങ്ങളെ? പെരിമീറ്റർ അല്ലേ ചുറ്റളവ് കാണുന്നത്, ചുറ്റുമുള്ള അളവ് കൂട്ടി വെക്കുന്ന. നോക്കിക്കേ, ചുറ്റുമുള്ള അളവുകൾ കൂട്ടിയാലും നമുക്ക് എന്ത് വരും? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. മനസ്സിലായോ? പെരിമീറ്റർ കാണാൻ എന്താവും നിങ്ങളെ? അല്ലെ ചുറ്റളവ് കാണുന്നത് 4 സൈഡും കൂടി കൂട്ടി വെച്ചാൽ മതി. അതിന് പക്ഷേ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 1 സൈഡ് എന്നാണ്. നിങ്ങൾക്ക് ഇതിലേതാണോ ഈ രീതി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അതായത് 4 സൈഡൂടെ കൂട്ടിയപ്പോൾ കിട്ടി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതും കൂടെ ചെയ്തുകൂടായോ നിങ്ങളെ കേട്ടോ? നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എന്താ പെരിമീറ്റർ നമ്മളോട് ചോദിച്ചില്ല, ചുറ്റളവ് കാണാൻ നമ്മളോട് ചോദിച്ചില്ല. പക്ഷെ നമ്മൾ
നമ്മളത് പഠിച്ചു. നമ്മളോട് ചോദിച്ച എന്താണ്? പരപ്പളവ് കാണുക, അതായത് ഏരിയ കാണുക. എന്തോത്തിൻ്റെ സ്ക്വയറിൻ്റെ ആണ് നിങ്ങളെ. സ്ക്വയറിൻ്റെ പരപ്പളവാണ് ഏരിയ ഓഫ് സ്ക്വയർ. എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്, വശം ഗുണം വശമാണ്. ഓർത്തോണേ, വശം ഗുണം വശം, സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് എത്ര ഞങ്ങൾ ഇവിടെ 3 ഇവിടെയും സൈഡാണ്. സൈഡ് ഇൻറ്റു സൈഡ്, 2 സൈഡ് അല്ലേ. സൈഡ് ഇൻറ്റു സൈഡ് 3 ഇൻറ്റു 3 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഒന്നാമത്തേതാണ് ഈ കണക്കാണ് ചെയ്തത്. 3 ഇൻറ്റു 3 9 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ എന്നാണ് അവർ ചോദിച്ചത്. നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നും കൂടെ നോക്കണോ നിങ്ങളെ? ഏതാണ്ട് നമ്മൾ സ്ക്വയറാണ് വരച്ചത്. അത് നിങ്ങൾ നല്ലപോലെ നോക്കി മനസ്സിലാക്കണം. ഈ ഒരെണ്ണം മനസ്സിലാവുന്നവർക്ക് ഇനിയുള്ള കണക്കുകൾ എളുപ്പം മനസ്സിലാവും. ഏതൊരു സ്ക്വയർ, ഇപ്പോൾ ഇത് 5 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, 7 ആയിക്കോട്ടെ, കണ്ടോ, ഇതിൽ ചോദിച്ചാൽ നമ്മൾ 4 ഇൻറ്റു ആ തന്നിരിക്കുന്നത്, ഇനി 4 ഇൻറ്റു ആ തന്നിരിക്കുന്നത് അങ്ങ് എഴുതിയാൽ മതി. ഏതാ? പെരിമീറ്റർ ആണ്. ഇനി ഏരിയ ആണെങ്കിലോ സൈഡ് ഇൻറ്റു സൈഡ്, കേട്ടോ, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിൽ അത് അടുത്ത ചോദ്യം നോക്കിയേ. അങ്ങനെയാണെങ്കിൽ വശങ്ങളുടെ നീളം 1.5 മീറ്റർ ആയാലോ? വശങ്ങളുടെ നീളം 1.5 1/2 മീറ്റർ ആയാലോ? എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? നമ്മളോട് ചോദിച്ച എന്താ? നിങ്ങൾ പരപ്പളവ്, പരപ്പളവിൻ്റെ ഇംഗ്ലീഷ് എന്താ കുഞ്ഞുങ്ങളെ? ഏരിയയാണ്. ഏരിയ. നിങ്ങളോട് ചോദിച്ചത് ഏരിയ കാണാനാണ്, ആണല്ലോ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് 1.5യുടെ 1/2 മീറ്ററിൻ്റെ ആണെങ്കിൽ എങ്ങനെയാ? നമുക്കറിയാം എന്താ? പരപ്പളവ് സ്ക്വയറിൻ്റെ ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പം നമുക്ക് സൈഡ് തന്നു അല്ലേ, വശങ്ങളുടെ നീളം തന്നു 1.5. അപ്പോൾ 1.5 ഇൻറ്റു 1.5. അവിടെ നോക്കണേ, നിങ്ങൾക്ക് ഇച്ചിരി ഡൗട്ട് വരും, ഈ 1.5 നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്, നിങ്ങൾ മറന്നുപോയോ നിങ്ങളെ? അതായത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, മിശ്ര ഭിന്നത്തിൽ തന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് അല്ലേ. ഞാനതിവിടെ നിങ്ങളെ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് മറന്ന് അഥവാ പോയെങ്കിൽ തന്നെയും നോക്കിക്കേ, നമ്മളോട് പറഞ്ഞ വശങ്ങളുടെ നീളം സൈഡ് നമുക്ക് 1.5 തന്നത്. അപ്പോൾ ഏരിയ എന്തോത്തിൻ്റെയാണ്? ഏരിയ ഓഫ്, അത് വേണ്ടി എഴുതിക്കുക, ഏരിയ ഓഫ് സ്ക്വയർ ആണ് കുഞ്ഞുങ്ങളെ. ഈ 3-4 നിങ്ങൾ ഇത് അടുപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കാണാതെ അങ്ങ് പഠിക്കാൻ വേണ്ടി എല്ലാത്തിനും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്, കേട്ടോ. പെരിമീറ്ററും മറന്നുപോലെ 4 ഇൻറ്റു 1 സൈഡാണ്. ഓക്കെയാണ്. നമ്മളിപ്പോൾ സ്ക്വയറിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ടാണ് മട്ടത്രികോണത്തെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഓക്കെ ആക്കുക, കേട്ടോ. സ്ക്വയറിൻ്റെ കാര്യത്തിൽ ഓക്കെ ആക്കുക. ഏരിയ സൈഡ് ഇൻറ്റു സൈഡാണ്, വശം ഇൻറ്റു വശം. അപ്പം നമുക്ക് 1.5 തന്നത്. 1.5 എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ? 1/2. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് വെച്ചാൽ 1.5 ഇൻറ്റു 1.5. ഈ 1.5 എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമോ? അതായത് നമ്മൾ എന്തോ ചെയ്യണം? നമ്മളത് പഠിച്ചതാണ്. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം. നോക്കിക്കേ, താഴെ കിടന്നത് ആരാണ്? 1 ഉണ്ട്. 1 ഇൻറ്റു 2 ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നോക്കണേ കേട്ടോ. അന്ന് പഠിച്ചെന്ന് വിചാരിച്ചെന്ന് ഓർത്തിരിക്കണമെന്നില്ല. അതായത് എന്താണ്? മിക്സഡ് ഫ്രാക്ഷനിലാവും ഞങ്ങളെ തന്നിരിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നുണ്ട്? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും അല്ലേ. നോക്കിക്കേ, 1 ഇൻറ്റു 2 പ്ലസ് 1, മേളിൽ കിടക്കുന്നതിനെ കൂട്ടണം, താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്യണം. 1 ഇൻറ്റു 2 പ്ലസ് 1, 1 ഇൻറ്റു 2 പ്ലസ് 1. അപ്പോൾ എത്ര? നോക്കിക്കേ, 1 ഇൻറ്റു 2 പ്ലസ് 1. എന്നിട്ട് താഴെ ഏതാണോ, അതായത് ഈ താഴെ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ വേണം കൊടുക്കാനും, കേട്ടോ. അതായത് ഞാൻ ഒരെണ്ണോടെ പറയപ്പോൾ നോക്കൂ നിങ്ങളെ, 3 4/5 എന്നാണ് നമുക്ക് തരുന്നതെങ്കിൽ നോക്കണേ എന്തോ ചെയ്യണമെന്നറിയാം. ഈ 3 ഇൻറ്റു താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്യണം, പ്ലസ് മുകളിൽ കിടക്കുന്നതിനെ കൂട്ടണം, ബൈ ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ എഴുതണമെന്ന്. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ 3 ഇൻറ്റു 5 3 5 15, 15 4 19/5 എന്ന് വരുമെന്ന്. ഇപ്പോൾ പിടികിട്ടിയോ? ഇത് ഇതിനകത്തിലുള്ളതല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തന്നതാണ് കേട്ടോ. ഇപ്പം മനസ്സിലായോ നിങ്ങളെങ്ങനെയാണെന്ന്? താഴെ കിടക്കുന്ന സംഖ്യ ഏതാണോ അതിനെ ഇൻറ്റു ചെയ്യണം, മുകളിൽ കിടക്കുന്ന സംഖ്യ ഏതാണോ അതിനെ കൂട്ടണമെന്ന് എന്ന് പറയുന്ന പോലെ ഇതും താഴെ കിടക്കുന്ന 1 ഇൻറ്റു 2 2 പ്ലസ് 1/2. ഈ 2 വന്നത് എങ്ങനെയാണെന്നറിയോ? വരയ്ക്ക് താഴെ, അതായത് ഡിനോമിനേറ്റർ എന്താണോ വരുന്നത് അത് തന്നെ എഴുതുക. ഇവിടെ അപ്പോൾ അതുപോലെയാണല്ലോ. അപ്പോൾ നോക്കിയേ, 1 ഇൻറ്റു 2 2 ആണ്, 1 2 2 2 1 3. ഇവിടെ അത് തന്നെയാണല്ലോ, 2 ഒരേ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് അല്ലേ 2 ഒരേപോലെ. അപ്പോൾ 3 ഇൻറ്റു 3 9, 2 ഇൻറ്റു 2 4. ഇപ്പോൾ പിടികിട്ടി 9/4 വന്നത്. ഇനി നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ ഫ്രാക്ഷൻ അല്ലേ, അതായത് ഡിവൈഡ് ചെയ്യാൻ നേരം മുകളിൽ വലിയ സംഖ്യയും, അതായത് ന്യൂമറേറ്റർ വലിയ സംഖ്യയും ഡിനോമിനേറ്റർ ചെറിയ സംഖ്യയും അങ്ങനെ ആൻസർ വരത്തില്ല. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാ? 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താണ്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ? 2 4 8 ബാലൻസ് 1. അപ്പോൾ എത്ര നിങ്ങളെ?
കോഷ്യൻറ്റിനെ ഫസ്റ്റിൽ എഴുതുക. കോഷ്യൻറ്റ് കണ്ടോ, ഹരണഫലത്തെ ആദ്യം എഴുതുക. പിന്നെന്താണ്, താഴെ വന്ന ശിഷ്ടം റിമൈൻഡർ മേളിലും ഏതിനെയാണോ ഡിവൈസറിനെ എടുത്ത് ഇവിടെ എഴുതുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എന്നാലും ഞാൻ പറയുക. അപ്പം നമുക്ക് 2 1/4 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? നാണ്ടാണ്ടോ നിങ്ങൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ള ഡൗട്ട് മാറിയോ? എന്താ, നമ്മൾ ആദ്യമേ മിക്സർ ഫ്രാക്ഷൻ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ 3/2 3/2 3 × 3 9 2 × 2 4. എപ്പോഴും എന്താണ്, വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ താഴെയും വരത്തില്ല. അപ്പം നമ്മൾ 9നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തു. 2 4 8 ബാലൻസ് 1 അല്ലേ? കണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ തന്ന കോഷ്യൻറ്റിനെ ഫസ്റ്റിൽ എഴുതുക കേട്ടോ. ഇത് നമ്മൾ കുറേ ഏതോ ഒരു റിപ്പീറ്റർ മൾട്ടിപ്ലൈ ഏതോ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാവും. നിങ്ങളെ ഇത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരപ്പളവ് എത്ര കിട്ടിയെന്നാ 2 ഇവിടെ ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടിയെന്നാണ് അവർ പറയുന്നത്? 2 1/4 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത്? സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. എന്താവും നിങ്ങളെ? സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ? ഇംഗ്ലീഷുകാർക്കും എഴുതിക്കൂടായോ? ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അവർ അടുത്ത ചോദ്യം നോക്കണേ. നമുക്കിത് എക്സർസൈസ് അങ്ങ് ചെയ്താൽ മതിയെന്ന് എനിക്കറിയാം. ടെസ്റ്റിലെ എക്സർസൈസ് ബാക്കിയുള്ള എല്ലാം ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്നൊരു ചോദ്യം വരും. പക്ഷേ ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് ചില കുട്ടികൾക്ക് അറിയത്തില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ്, കാരണം ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത്. ഒന്നും അറിയാൻ വയ്യാത്തവർ എൻ്റെ ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. എല്ലാം അറിയാവുന്നവർ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയാൽ സ്കൂളിൽ ചില ടീച്ചർമാർ ചിലപ്പോൾ ടീച്ചർമാർ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ചിലവർ സ്പീഡിൽ ചിലപ്പോൾ പഠിപ്പിക്കും. എല്ലാം ഒന്നും മനസ്സിലാവണമെന്നില്ല അല്ലേ? നമ്മൾ ചിലപ്പോൾ അശ്രദ്ധയോടെ നമ്മളിരിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലേ? എന്തോ നോക്കിക്കേ. അപ്പം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാവും നിങ്ങളെ. നോക്കിക്കേ, അടുത്തത് രണ്ടാമത്തെ, ഇതിപ്പോൾ മൂന്നാമത്തെ അല്ലേ? ഒന്നാമത് നമ്മൾ 3ൻ്റെ ചെയ്തു, രണ്ടാമത്തെ 1/2 ചെയ്തു. ഇനി വശങ്ങളുടെ നീളം 1.2 മീറ്റർ ആയാലോ? മൂന്നാമത്തെ അവരുടെ ചോദ്യം എന്താ? വശങ്ങളുടെ നീളം 1.2 മീറ്റർ ആയാലോ? നമ്മളോട് ചോദിച്ചത് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനാണ്. നമുക്കറിയാം ഇത് സമചതുരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ സ്ക്വയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ എന്താ, സൈഡ് ഇൻറ്റു സൈഡാണ്. നമുക്ക് വശങ്ങളുടെ നീളം ഇതിലെല്ലാം തന്നിട്ടുണ്ട്. അപ്പം എന്താ, അതങ്ങ് ചെയ്താൽ മതി. നോക്കൂ നിങ്ങളെ, അവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ. നമുക്ക് വശങ്ങളുടെ നീളം 1.2 ആണ്. ഏരിയ കാണാൻ എന്തോ ചെയ്യണം? സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ വശം ഗുണം വശമാണ്. നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ പ്രത്യേകത നോക്കണേ നിങ്ങളെ. ഇത് ഡെസിമലിലാണ് തന്നിരിക്കുന്നത് അല്ലേ? ദശാംശ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. ഈ ദശാംശമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? നമ്മൾ പഠിച്ചതാ അല്ലേ? ദശാംശത്തെ ഫ്രാക്ഷനാക്കാൻ നമ്മൾ പഠിച്ചല്ലേ നിങ്ങളെ? എന്തോ ചെയ്താൽ മതി. ഇപ്പം നോക്കിയേ, ഈ 1.2നെ നമ്മൾ 12 എന്നാക്കി അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് 1 0. ഇതൊക്കെ നമ്മൾ കുറേ പഠിച്ചതാ അല്ലേ? നോക്കിക്കേ, അടുത്തത് 1.2 അതും അത് തന്നെയാണ്. എന്താ, 12 എന്ന് എഴുതി പോയിന്റ് എടുത്ത് മാറ്റിയാൽ 12 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് 1 0 വരുന്ന 10. ഇപ്പം മനസ്സിലായോ? എളുപ്പമല്ലേ? അപ്പോൾ ഇനി എന്താ, 12 × 12 12 × 12 നമ്മളിവിടെ ചേർത്ത് 144 ഗുണിക്കാനൊക്കെ അറിയാവേ. 144 10 × 10 അതറിയാം അല്ലേ? 100. അപ്പം 144/100. ഇതും എന്താണ്, ഞങ്ങളെ ഫ്രാക്ഷനിൽ തന്നിരിക്കുകയല്ലേ? ഫ്രാക്ഷനിൽ 144/100 എന്ന് പറഞ്ഞാൽ എന്താ, താഴെ 2 0 വരുന്നുണ്ടല്ലേ? 2 0 എന്ന് വെച്ചാൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. എൻ്റെ ക്ലാസ് ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാനൊക്കെ ഉള്ളത് ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലേ? അതിനകത്തിലൊക്കെ നമ്മളിത് നല്ലപോലെ പഠിച്ചതാണ് ആണല്ലോ. 1.44 എന്നാണ് അതിൻ്റെ ആൻസർ. അതായത് വശങ്ങളുടെ നീളം 1.2 അല്ലേ? 1.2ൻ്റെ ആൻസർ നമുക്ക് എത്ര? ഏരിയ എന്തോത്തിൻ്റെ സ്ക്വയർ ആണ് നിങ്ങളെ? സ്ക്വയറിൻ്റെ ഏരിയ 1.44 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? അപ്പം നമ്മൾ എന്താ ഇവിടെ വരെ ചെയ്തു. പരപ്പളവ് ടെസ്റ്റിലെ ഓരോ കണക്കും നല്ലപോലെ മനസ്സിലാക്കി പോകണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതൊക്കെ ഈ കണക്കുകളുടെ എല്ലാം ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ ഗുണിക്കുകയാണല്ലോ നമ്മൾ ചെയ്തത് അല്ലേ? എന്തുകൊണ്ടാ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? എന്താ, ഏരിയ ആണ്. നമുക്ക് സ്ക്വയറിൻ്റെ കുഞ്ഞുങ്ങളെ, സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് സ്ക്വയർ ആണ് അല്ലേ? ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്, മറക്കരുത്. അതായത് ഒരു വശം തന്നിട്ടുണ്ടെങ്കിൽ അതേ വശം കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. ഇതൊരു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താ, ഇപ്പോൾ 3 ആണെങ്കിൽ ഇവിടെ നമ്മൾ 3 എടുത്തു അല്ലേ? 3 ആണെങ്കിൽ 3 കൊണ്ട് തന്നെ അവർ ചെയ്തു എന്നാ പറയുന്നത് ആണല്ലോ. 3 കൊണ്ട് തന്നെ ചെയ്തു. അതുപോലെ തന്നെ 1/2 ആയപ്പോഴോ 1/2 കൊണ്ട് തന്നെ അവിടെ 2 വട്ടം ചെയ്തു എന്ന്. 1.2 ആണെങ്കിലോ 1.2 കൊണ്ട് തന്നെ വീണ്ടും ചെയ്തു. അതായത് എന്താ, ഒരു കാര്യം തന്നെ എന്താ
രണ്ട് വട്ടം ചെയ്തു എന്ന് അല്ലേ, സംഖ്യകളുടെ രണ്ടാം കൃതികളായി കണക്കാക്കും. പൊതുവെ ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയെ ആ സംഖ്യയുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്നാണ് പറയുന്നത്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയെ നോക്കണേ കുഞ്ഞുങ്ങളെ, ഒരു സംഖ്യയുടെ രണ്ടാം കൃതിയെ ആ സംഖ്യയുടെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. ഇത് കണ്ടോ? നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ജോലി എന്താണെന്നറിയോ? ഇതൊരു 15 അല്ലെ 20 വരെയുള്ളത് പഠിക്കണം കുഞ്ഞുങ്ങളെ. എന്തിനാ പഠിക്കുന്നതെന്നറിയോ? പെട്ടെന്ന് അപ്പം നമുക്ക് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലേ നമുക്കത് പെട്ടെന്ന് എഴുതാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇത് പഠിക്കണമെന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാവത്തില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ പറയാം. വണ്ണിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 2 വട്ടം ഉണ്ടെന്നാണ്. 1 × 1 1 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 വട്ടം ഉണ്ടെന്നാണ് കേട്ടോ. അതിനെ 2 × 2 4. 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 2 വട്ടം ഉണ്ട് 9. 4ൻ്റെ സ്ക്വയർ 16. 5ൻ്റെ സ്ക്വയർ 25. 6ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് മലയാളം മീഡിയക്കാർ പഠിക്കണം കേട്ടോ. സ്ക്വയർ അല്ലെങ്കിൽ വർഗം, 5ൻ്റെ വർഗം കേട്ടോ. 5ൻ്റെ വർഗം എത്ര? 25. 6ൻ്റെ വർഗം 36. 7ൻ്റെ സ്ക്വയർ 49. 8ൻ്റെ 64. 9 81. 10 100. 11 121. 12 144. 13 169. 14 196. 15 225. ഇത് നല്ലതുപോലെ 20 വരെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഞാൻ 15 വരെ എഴുതിയുള്ളൂ, നിങ്ങൾ 20 വരെ. കാരണം അതേ സംഖ്യ, ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഇൻഡ്യൂ ചെയ്യുക കേട്ടോ. ഇതിനെ എന്താ പറയുന്നത്? 15ൻ്റെ 15 2 വട്ടമുണ്ട്, 15 3 വട്ടമുണ്ട്, 15 4 വട്ടം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പം 2 വട്ടം ഉള്ളതിനെ സ്ക്വയർ, അങ്ങനെയാണെങ്കിൽ 3 വട്ടം ഉള്ളതിനെ എന്താ പറയും? ക്യൂബ് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം നമുക്ക് സ്ക്വയർ പഠിച്ചാൽ മതി. 15 × 15 15ൻ്റെ സ്ക്വയറാണ് 225. ഇപ്പം പെട്ടെന്ന് നിങ്ങളോട് 144ൻ്റെ എത്രയാണെന്ന് മനസ്സിലായോ? കണക്കിനകത്ത് നമുക്ക് 144 തരുമെങ്കിൽ നമുക്ക് ഇതറിയാവുന്ന കുട്ടികൾക്ക് പറയാം 12 ആണെന്ന്. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഏതാണ്ട് നോക്കണേ. 9ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? ഈ വർഗ്ഗമൂലം എന്നതിനെ ഇംഗ്ലീഷ് മീഡിയം സ്ക്വയർ കണ്ടോ, സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എന്നായിരുന്നു പറയുന്നത് കേട്ടോ. നിങ്ങളെ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 9 3 ആണ് കേട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് 3. അങ്ങനെയാണെങ്കിൽ 16ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? അപ്പം നമ്മൾ എങ്ങനെ പറയും? ദ സ്ക്വയർ റൂട്ട് ഓഫ് 16 4 ദ സ്ക്വയർ റൂട്ട് ഓഫ് 16 4. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നമ്മൾ ഇപ്പം പഠിച്ചില്ലേ, ഇപ്പം 36 എന്ന് പറയുന്നത് നമുക്കറിയാം 6ൻ്റെ സ്ക്വയർ ആണ്. ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? 36 അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 36 ഈസിക്കൽ ടു എത്രയാണ്? 6. ഇപ്പം മനസ്സിലായോ? അതായത് 36ൻ്റെ വർഗ്ഗമൂലം 6. അങ്ങനെ പഠിച്ചു വെക്കണമെന്ന് മനസ്സിലായോ? എന്നിട്ട് ഇവിടെ 121ൻ്റെ സ്ക്വയർ റൂട്ട് 11. സ്ക്വയർ റൂട്ട് ഓഫ് റൂട്ട് എന്നായിരുന്നു പറയുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഇതിനെന്താ? റൂട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എന്താ നിങ്ങളെ? റൂട്ട്. സ്ക്വയർ റൂട്ട് 169 എത്ര? 13. ഇപ്പം നിങ്ങൾക്കിത് ഇതായിട്ട് തോന്നുമെങ്കിൽ ഇപ്പം നമ്മൾ കണക്ക് ചെയ്യുമ്പം കണ്ടോണേ. ഓക്കെ, അതത്രയാവും ഞങ്ങളെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ നമ്മുടെ ടെസ്റ്റിനകത്തിൽ തന്നിട്ടുണ്ട്. കുറേ ഉദാഹരണമായിട്ട് 3 ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ ഓർത്തോണേ. 3 × 3 അതായത് 3ൻ്റെ സ്ക്വയർ, 3ൻ്റെ വർഗ്ഗം. മനസ്സിലായോ? 3ൻ്റെ വർഗ്ഗം 1.5 × 1.5. ഇപ്പം നമ്മൾ മുമ്പ് ചെയ്ത 3 കണക്കുണ്ടല്ലോ, ഞാൻ ചെയ്ത് കാണിച്ചല്ലോ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഏത് സമചതുരത്തിൻ്റെയും പരപ്പളവ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ? ഏരിയ. സമചതുരം എന്ന് വെച്ചാൽ എന്താണ്? സ്ക്വയർ. അതിൻ്റെ വശത്തിൻ്റെ വർഗ്ഗമാണെന്ന് പറയാം. മറിച്ചൊരു ചോദ്യം, 25 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ വശങ്ങളുടെ നീളം എത്രയായി നമ്മൾ എടുക്കണം? 25 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം. പരപ്പളവ് എത്ര? നിങ്ങളെ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താണ്? ഏരിയയാണ് അല്ലേ? എന്താ നിങ്ങളെ? ഏരിയ. പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയയാണ്. അതിൻ്റെ ചതുരശ്ര പരപ്പളവ് ഇതിൻ്റെ മൊത്തം എത്ര തന്നേക്കുന്നത്? 25. മനസ്സിലായോ? 25 ഉള്ള ഒരു സമചതുരത്തിൻ്റെ ഏരിയ 25. വശങ്ങളുടെ നീളം എത്രയായിട്ട് എടുക്കുക? അപ്പം നമുക്ക് ഓർക്കാം എന്താ? 25 അല്ലേ? എത്രയായിട്ട് എടുക്കാം നിങ്ങളെ? 5. എന്തുകൊണ്ടാണെന്നറിയോ? സൈഡ് ഇൻറ്റു സൈഡ് ആണെന്ന് നമുക്കറിയാം. ഏരിയ കാണാൻ എന്താ? വശം ഗുണം വശം. അപ്പോൾ എത്ര ഇൻറ്റു എത്രയാണ്? 25. 5. ഇപ്പോൾ പിടികിട്ടിയോ? 5 × 5 25. അപ്പം നമുക്ക് എന്താ? ഒരു വശം 5 5 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ?
പരപ്പളവാണ്, ചുറ്റളവല്ല. പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ കാണുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ നമുക്ക് 25 പരപ്പളവെങ്കിൽ എത്രയൊക്കെ ആയിരിക്കും എൻ്റെ സൈഡ്? 5 ഇൻറ്റു 5. അപ്പോൾ ഒരു സൈഡ് എത്ര വരും കുഞ്ഞുങ്ങളെ? 5 ഒരു വശം. ഇനി ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് 25 എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 5 കിട്ടിയത്. ഇത് മറ്റൊരു രീതിയിൽ പറയാൻ എന്താ? 25ൻ്റെ വർഗ്ഗമൂലം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 25ൻ്റെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് 5 ഇപ്പം നമ്മൾ ആ പറഞ്ഞ രീതി 25ൻ്റെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് 5. ഇപ്പം മുമ്പ് ഞാൻ കാണിച്ചില്ലേ 5ൻ്റെ വർഗ്ഗം 25 എന്നതിനെ ചുരുക്കി നമ്മൾ 5ൻ്റെ സ്ക്വയർ 25. ഇപ്പം ഞാൻ ആ പറഞ്ഞ രീതി ബോക്സിൽ കാണിച്ചല്ലോ, അത് അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നിങ്ങളെ ടെസ്റ്റിൽ തന്നെ ചെയ്തിട്ടേക്കുന്നത് തന്നെ നിങ്ങളെ പറയാം, പിന്നെ നമുക്ക് എക്സർസൈസ് ചെയ്യാം. 149 പേജിലെ ടെസ്റ്റിലെ ചോദ്യം നോക്കണം, പിന്നെ നമുക്ക് എക്സർസൈസ് ചെയ്യാം. നോക്കിക്കേ, 196 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഈ ചതുരശ്ര സെൻറ്റിമീറ്റർ വെച്ചാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. സെൻറ്റിമീറ്റർ സ്ക്വയർ നമ്മൾ 196 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, സെൻറ്റിമീറ്റർ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ? ഏരിയയാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. ഏരിയ ഇംഗ്ലീഷുകാർ കേട്ടോണേ, ഏരിയയുള്ള. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ട് ടെസ്റ്റിൽ 149 പേജിൽ മേലിൽ നോക്കിയാൽ കാണാം. 196 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? വശത്തിൻ്റെ നീളമാണ് നമുക്കറിയേണ്ടത്. ചോദ്യം കേട്ടോണേ കുഞ്ഞുങ്ങളെ. അതായത് സമചതുരമാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ സമചതുരം അതായത് സ്ക്വയറിൻ്റെ ആണെന്ന് ഓർത്തോണം. സ്ക്വയറിനെ അങ്ങ് മനസ്സിൽ വിചാരിച്ചോണം. ഇതിൻ്റെ പരപ്പളവ് നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ? 196 തന്നിരിക്കുന്നത്. എത്ര? 196. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ഓൾറെഡി നമുക്ക് തന്നു 196. എന്താ? സമചതുരത്തിൻ്റെ പരപ്പളവ് 196 തന്നിട്ടുണ്ട്. നമുക്ക് തരാത്തത് ഏതാണ്? സൈഡാണ് തരാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അതാണ്ട് 196 കണ്ടോ ഫാക്ടറൈസ് ചെയ്യണം ഇങ്ങനെ കേട്ടോ. ഫാക്ടറൈസ് ചെയ്യാൻ അറിയാമല്ലോ, ഘടകക്രിയ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ. 196 ഘടകക്രിയ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ. 2 2 2 7 വരുന്നുണ്ട് കണ്ടോ കുഞ്ഞുങ്ങളെ. അറിയാമല്ലോ 98 ഇൻറ്റു 2 196, 49 ഇൻറ്റു 2 98, 7 7 49, ഒരു 7 7. നമ്മളിത് ഘടകക്രിയ അല്ലെ ഫാക്ടറൈസിൻ്റെ പാഠത്തിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ അതിന് സമയം കളയണ്ടല്ലോ. അപ്പം 2 2 കിട്ടി, 2 7 കിട്ടി. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും 1 തന്നെ, അത് എഴുതേണ്ട കാര്യമില്ല കേട്ടോ. അതറിയാമല്ലോ, ഈ 1 എഴുതിയ ഏതൊരു സംഖ്യയെ നമ്മൾ 1 കൊണ്ട് ഗുണിച്ചാലും അല്ലെ ഇൻറ്റു ചെയ്താലും ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പം 2 2 ഉണ്ട്, 7 2 ഉണ്ട്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 7ൻ്റെ സ്ക്വയർ എത്രയാ? 2 2 ഇൻറ്റു 7ൻ്റെ, ഇത് രണ്ടും എന്താ? സ്ക്വയർ ആണല്ലേ. അപ്പോൾ 2 ഇൻറ്റു 7 14 14ൻ്റെ സ്ക്വയർ. ഇത് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതുമെന്നാണ് പറഞ്ഞത്? 196 സ്ക്വയർ റൂട്ട് ഓഫ് കണ്ട സ്ക്വയർ റൂട്ട് കൊടുത്തേക്കുക. 196 എന്ന് പറയുന്നത് 14 മീറ്ററാണ്. ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതെന്താ? ഇത് സെൻറ്റിമീറ്റർ വരുന്നത്. ചോദ്യം നോക്കണം കേട്ടോ, മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ നോക്കിയിട്ട് വേണേ നിങ്ങളെ. ഇത് മീറ്റർ ആയിരിക്കും. മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ മീറ്റർ ആണ്. അതായത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ cm. ഇനി അതിന് ഡൗട്ട് വേണ്ട, ഇവിടെ ആൻസർ 14 ആണോ എന്നുള്ള കേട്ടോ. മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ മീറ്ററാണ്, വശം മീറ്ററാണ് കേട്ടോ. നോക്കിയേ, 196ൻ്റെ 14. മുമ്പ് നമ്മൾ പഠിച്ചതല്ലേ 196ൻ്റെ എത്ര ആണെന്ന്? 196ൻ്റെ 14. ഇപ്പോൾ പിടികിട്ടിയോ? ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം മനസ്സിലായോ? നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴേ നമുക്ക് 196 കിട്ടുമ്പോഴേ ആ 14 അതിന് മാറ്റിയിട്ട് ഇത്രയും സമയമൊന്നും കളയണ്ട എന്നതുകൊണ്ടാണ് ഇത് പഠിക്കാൻ പറഞ്ഞത്. ഇത് സംശയമുണ്ടോ? 196ൻ്റെ നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. ആ 196നെ നമ്മൾ ഘടകക്രിയ ചെയ്യുക. ഏതൊക്കെയാണ് വന്നത്? 2 2 കൊണ്ട് 2 7 കൊണ്ട്. അപ്പോൾ 2 ഇൻറ്റു 7ൻ്റെ സ്ക്വയർ. 2ഉം 2 വട്ടം വന്നിട്ടുണ്ടെന്നാ. 2ഉം 7ഉം 2 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ 14ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ 196 = 14. ഓക്കെ ആണോ? ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1.96. ഇനി അത് 196 എന്നുള്ളതാണ് ആദ്യം. ഇനി 1.96 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഇനി അതുപോലെ തന്നെ സെയിം ഇത് തന്നെ അല്ലേ. അത് പക്ഷേ 1.9. ഈ പോയിന്റ് വന്നാൽ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ മുമ്പ് പോയിന്റ് ഇല്ലായിരുന്നല്ലോ. പോയിന്റ് വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാ നോക്കിക്കേ. ഏരിയ ഓഫ് സ്ക്വയർ 1.96 ചതുരശ്ര മീറ്റർ. സൈഡ് തന്നിട്ടില്ല അല്ലേ. 1.96നെ നമ്മൾ എന്ത് ചെയ്യാം? ഡെസിമലിൽ ഏത് കണക്ക് വന്നാലും എന്ത് ചെയ്യണം? അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. ഒന്നും ആലോചിക്കരുത്. ഏത് ചാപ്റ്ററോ ഏത് കണക്കോ ആയിക്കോട്ടെ, ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ കേട്ടോ, നമുക്ക് എപ്പോൾ ഡെസിമലിൽ എന്ന് വെച്ചാൽ ദശാംശ രൂപത്തിൽ തന്നാൽ നമ്മൾ അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റണം.
അപ്പോൾ എങ്ങനെ വരും? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റല്ലേ, 2 എണ്ണം വരുന്നത് 100-ന്. അപ്പോൾ 196/100 എത്ര വരും? 196 നമ്മളിപ്പോൾ ചെയ്തായിരുന്നു. എത്ര കുഞ്ഞുങ്ങളെ? 14 നമുക്കറിയാം. കഥ കാണാതെ പഠിച്ചാലുള്ള ഗുണം. 14ൻ്റെ സ്ക്വയറാണ് 196 കേട്ടോ. അത് അറിഞ്ഞിരിക്കണേ. 14 പിന്നെ 100 എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയറാണ്. അതറിയാമല്ലോ, 10 × 10 = 100. അപ്പം 14/10 ഇത് രണ്ടും 2 വട്ടമുണ്ട്. 14ഉം 2 വട്ടമുണ്ട്, 10ഉം 2 വട്ടമുണ്ട്. അപ്പോൾ എങ്ങനെയാ? 14/10. അപ്പോൾ ഇനി എന്താ? 14/10 എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 1.4 അതും അറിയാമല്ലോ. താഴെ 10 വന്നാൽ ഒരു സ്ഥാനം മാറ്റുക, 100 ആണെങ്കിൽ 2 സ്ഥാനം മാറ്റുക, 1000 ആണെങ്കിൽ 3 സ്ഥാനം മാറ്റുക. അതും നമ്മൾ പഠിച്ചതാണ്. 10 ആയതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റുക, സ്ക്വയർ. അപ്പം എന്താ നോക്കിയേ? സ്ക്വയർ റൂട്ട് നോക്കിക്കേ. 1.96-ന് നമുക്കപ്പോൾ എന്ത് വരും? 1.4 വരും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? മുമ്പ് നമുക്ക് 14 വന്നത്, ഇപ്പം നമ്മൾ 1.4. രണ്ട് നിങ്ങളുടെ വ്യത്യാസം മനസ്സിലായി. ഒരു സൈഡ് അപ്പോൾ എത്ര വരും? 1.4 മീറ്റർ വരും. ഇനി നമുക്ക് എക്സർസൈസ് ചെയ്യാം. ടെസ്റ്റിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ചുവടെ പറയുന്ന പരപ്പളവുകളുള്ള സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കണക്കാക്കി നോക്കൂ, വർഗ്ഗമൂലം എഴുതാനുമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണോ? നമ്മളോട് ചോദിച്ച ഒന്നാമത്തെ എന്താണ്? 49 ചതുരശ്ര മീറ്റർ ആണ്. എന്താ നിങ്ങളെ? 49 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ? നമ്മളിവിടെ പറഞ്ഞത് ഇത് ഓർത്തോണേ, സ്ക്വയർ സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഓർത്തോണേ നിങ്ങളെ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷും മലയാളം മീഡിയക്കാർ മലയാളവും അത് ഓർത്തോണേ കേട്ടോ. കാരണം ഞാൻ ചിലപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും തിരിഞ്ഞു പോകുന്നുണ്ടോ ഞാനിത് എഴുതി വെച്ച് കേട്ടോ. ചിലപ്പോൾ തിരിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കമൻറ്റ് ബോക്സിൽ പറയാം അത് സെൻറ്റിമീറ്റർ അല്ലേ മീറ്റർ അല്ലേ എന്ന്. നമ്മുടെ ചോദ്യത്തിൽ എന്താണോ തരുന്നതെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണല്ലേ. ചതുരശ്ര സെൻറ്റിമീറ്റർ ആയപ്പോൾ എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എത്ര? 49 ആണ്. 49 ആണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? 49 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്ക്, 49 എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ, മുമ്പേ ആ ബോക്സ് പഠിച്ചവർക്ക് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ? ഇതിൻ്റെ സമചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെ, ഏരിയ ഓഫ് എ സ്ക്വയർ ഈസിക്കൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇവിടെ നമുക്ക് എത്ര തന്നത്? ഇത് റൂട്ട് സൈഡ് 49 ആണല്ലോ കുഞ്ഞുങ്ങളെ. പരപ്പളവുകളല്ലേ, പരപ്പളവാണ് നമുക്ക് എന്ത് കിട്ടിയത്? 49 വന്നത്. പരപ്പളവ് എത്ര? 49. അപ്പം നമുക്ക് സൈഡ് കണ്ടുപിടിക്കണം അല്ലേ? സൈഡ് കാണാൻ എന്ത് ചെയ്യണം? സൈഡ് കാണാൻ എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ? സൈഡ് ഇവിടെ അല്ല, 49 സൈഡ്. അപ്പം നമുക്ക് എത്ര കിട്ടി? 7 സെൻറ്റിമീറ്റർ. 7 വന്നത് എങ്ങനെയാണെന്നറിയാലോ? റൂട്ട് 49 ആക്കണം. 49 നമ്മുടെ ചോദ്യം. 49 എന്ന് പറയുന്നത് 7 × 7 ആണ് കേട്ടോ. 7 × 7 ആണ് കുഞ്ഞുങ്ങളെ. 7 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 7ൻ്റെ സ്ക്വയർ, 7 2 എണ്ണം. അപ്പോൾ സൈഡ്, അപ്പോൾ ഒരു സൈഡ് എത്ര വരും? 7 സെൻറ്റിമീറ്റർ. ഇത് നല്ലപോലെ അറിയണം കേട്ടോ. ഇനി 49ൻ്റെ ആണ് ചെയ്തത്. ഇനി അടുത്ത 169ൻ്റെ ടെസ്റ്റിലെ ആണ്. 169 സ്ക്വയർ സെൻറ്റിമീറ്റർ. നോക്കിക്കേ, ഏരിയ ഓഫ് എ സ്ക്വയർ നമുക്കറിയാം. ഏരിയ ഓഫ് എ സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡാണ്. ഇത് മറക്കല്ലേ. എത്ര തന്നിരിക്കുന്നത്? 169 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം 169 മുമ്പ് നമ്മൾ ഒത്തിരിയും വട്ടം ചെയ്തിപ്പോൾ അല്ലേ? റൂട്ട് 169 എന്ന് പറഞ്ഞാൽ 13 × 13 ആണ്. ഈ റൂട്ട് മറക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മളിപ്പോൾ പഠിച്ചതാണ്. റൂട്ട് 13 × 13. 13 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 13 സ്ക്വയർ, 13ൻ്റെ സ്ക്വയർ. അപ്പോൾ സൈഡ് എത്ര? 13. അതായത് സ്ക്വയറിൻ്റെ ആണ് ഈ പറയുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും ഓർത്തോണം, പഠിക്കുന്നത് സ്ക്വയറാണ്. അപ്പോൾ ഒരു സൈഡ് 13, 13ൻ്റെ സ്ക്വയർ അല്ലേ? 13. അപ്പോൾ ഒരു വശം എത്ര? 13. ഒരു സൈഡ് 13. 169. അങ്ങനെയാണെങ്കിൽ 400 എന്ന് കേൾക്കുമ്പോഴേ അറിയാമല്ലേ? ഇത് ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ. സൈഡ് ഇൻറ്റു സൈഡാണ്. ഈ ഒത്തിരിയും വട്ടം ഞാൻ എഴുതി നിങ്ങൾക്ക് ആ ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റൂട്ട് 400 എന്ന് പറയുന്നത് എന്താണ്? 4 എന്ന് പറയുന്നത് 2 അല്ലേ? അപ്പോൾ 20 × 20. ഈ ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 4 എന്ന് പറയുന്നത് എന്താ? 2 × 2 ആണ് അല്ലേ? 2 × 2, 20 × 20. അപ്പോൾ 20 2 എണ്ണം. 20ൻ്റെ സ്ക്വയറാണ്. ഈ 20 എന്ന് പറഞ്ഞാൽ സ്ക്വയർ. ഇവിടെ ഒരു സ്ക്വയർ 20 അല്ലേ? 2 2 400 വരെ. അപ്പോൾ 20. അപ്പോൾ ഒരു സൈഡ് എത്ര? 20. അതിൻ്റെ കിട്ടി. അടുത്ത അഞ്ചാമത്തെ 225. സൈഡ് എങ്ങനെ? 225 15 ആണ്. മുമ്പ് ആ ബോക്സ് പഠിച്ചവർക്ക് അതും അറിയാൻ പറ്റും. 225 എന്ന് വെച്ചാൽ 15ൻ്റെ സ്ക്വയറാണ്. 15 × 15, 15 2 വട്ടം 15ൻ്റെ സ്ക്വയർ. അപ്പോൾ സൈഡ് 15 സെൻറ്റിമീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ സ്ക്വയർ ആയപ്പോൾ സെൻറ്റിമീറ്റർ. അടുത്ത 1.69. അത് നമ്മൾ മുമ്പ് ചെയ്തു അല്ലേ? മുമ്പ് ആദ്യമേ നമ്മൾ ഇതൊക്കെ ചെയ്തതാണ്. എന്നാലും 1.69 അത് നോക്കിക്കോ നിങ്ങൾ. ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാ? ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ എന്താക്കണം? ഫ്രാക്ഷനിലോട്ട് മാറ്റി. എങ്ങനെയാന്ന് നോക്കിയേ? റൂട്ടിട്ട് എന്തായി? 169 ആക്കി, ബൈ 100 ആക്കി.
100 വന്ന എങ്ങനെയാണെന്ന് സംശയമുണ്ടോ? അതായത് 1 പോയിൻറ്റ് ഡെസിമലി വന്നിരിക്കുക അല്ലേ, ദശാംശ രൂപത്തിനെ നമ്മൾ എന്താ ഫ്രാക്ഷനിലോട്ട് മാറ്റിയതാണ്. ഇനി 169നും റൂട്ട് കൊടുത്തു, 100നും റൂട്ട്, ഇത് രണ്ടിനും ഉള്ളതാണ് അല്ലേ. 169 എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ ഒത്തിരിയും വട്ടം ചെയ്തു, 13 ആണ്, 13 × 13. അതുപോലെ 100 എന്ന് പറയുന്നതോ 10 × 10 ആണ്. 13ൻ്റെ സ്ക്വയർ 13 2 വട്ടം അല്ലേ, 13 2 വട്ടം 10. ഇത് ആദ്യത്തെ 1-2 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും കുഞ്ഞുങ്ങളെ കേട്ടോ. അതിന് 13/10 വരും. താഴെ 10 അല്ലേ വന്നത്, 10 ആകുമ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു 1.3 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? അടുത്ത 5-മത്തെ നോക്കിയേ, അതും മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിലാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, 6 1/4, അതായത് 6.25 അല്ലേ, 6 1/4. അപ്പോൾ നോക്കിയേ, ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ തന്നതിനെ എന്താക്കണം, ഇംപ്രോപ്പറിലോട്ട് മാറ്റി. 6 4 24 1 25/4. എന്താ നിങ്ങളെ താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേലിൽ കിടക്കുന്ന കൂട്ടുക. 6 4 24 24 1 25 25 ഈ 4 എന്താണ്, ഈ ഡിനോമിനേറ്ററിൻ്റെ 4 ഓക്കെ. എന്നിട്ട് റൂട്ട് കൊടുക്കുക, റൂട്ട്. നമ്മൾ ഈ സ്ക്വയർ റൂട്ടാണ് പഠിക്കുന്നത്, സ്ക്വയർ റൂട്ട്. ഇനി 25 എന്ന് പറയുന്നത് എന്താണ്, 5ൻ്റെ സ്ക്വയറാണ്. 4 എന്ന് പറയുന്നതോ 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എന്താ, നമ്മളെന്താ അതിൻ്റെ എല്ലാം 5 2 5/2. നോക്കിക്കേ, 5/2 5/2 എപ്പോഴും നമ്മൾ ഓർത്തോണം, മുകളിൽ വലിയ സംഖ്യ, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വരത്തില്ല കേട്ടോ. എപ്പോഴും അത് നമ്മൾ തുടക്കം മുതലേ പഠിക്കുന്ന, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വരത്തില്ല. അപ്പം നമ്മളതിനെ 5നെ എന്ത് ചെയ്യണം, അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണം. 2 2 4 ശിഷ്ടം 1. അപ്പോൾ എന്താ, കോഷ്യൻറ്റിനെ ഫസ്റ്റ് കൊണ്ടുവരിക അല്ലേ, ഡിവൈസറിനെ താഴെ എഴുതുക, റിമൈൻഡറിനെ മേളിൽ കൊടുക്കുക, മീറ്റർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇത്രയും ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഇത്രയും ചെയ്യുക. അതായത് ഇവിടെ വരെ നമ്മൾ ചെയ്തു. സെക്കൻഡ് പാർട്ട് നോക്കണം കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ നിങ്ങളെ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.